നമ്മുടെ അടുത്തുള്ള പറമ്പിലെ കൃഷി രീതിയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നിറയെ പാറകളും കല്ലുകളും ഒക്കെ ഉള്ളൊരു പറമ്പായിരുന്നു. ഞാനതിൽ വാഴ മാത്രം നട്ടു വെച്ചിരുന്നു. നല്ല പ്രയാസമായിരുന്നു കുഴിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മുളകും തൈ നട്ടതിൻ്റെ വഴുതന തൈയൊക്കെ നട്ടതിൻ്റെ ഒപ്പം ഒരു കൊള്ളിയുടെ കൊമ്പും കൂടെ നട്ടു വെച്ചതാണ്. ഒരു 4 മാസമൊക്കെ ഉണ്ടാവും. ഒന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. തണ്ടുകളൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറിച്ചുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒരു ശുശ്രൂഷ പോലും ചെയ്തിട്ടില്ല. വെറുതെ നട്ടു വെച്ച് പോന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറിച്ചെടുത്തപ്പോഴാണ് കുറേ അതിൽ കുടുങ്ങി നിന്നത്. അത് വലിച്ചെടുക്കുമ്പോൾ നല്ല നല്ല വലിയ കൊള്ളിക്കൊമ്പുകൾ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊള്ളി എന്നാണ് പറയാറ്. പിന്നെ എല്ലായിടത്തും മരച്ചീനി അങ്ങനെ പല പേരുകളുണ്ടാവും. ഞങ്ങളിവിടെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലത് ശീലമായി. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണിത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ നട്ട് വെച്ച് കൊടുക്കുക മാത്രം മതി. നന്നായിട്ട് കട പിടിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ളൊരു തരം കൊള്ളിയാണിത്. ഏറ്റവും പ്രയാസം ഇല്ലാത്തൊരു കൃഷി തന്നെയാണിത്. അങ്ങനെ ഒക്കെ പറിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള ഇത് കിട്ടി. ഒരൊറ്റ കൊമ്പിൽ നിന്നാണ് ഇത്രയും കട നമുക്ക് കിട്ടിയത്. അപ്പോൾ വേറെ ഇതിൻ്റെ ശല്യങ്ങളില്ല. മറ്റേ തുരപ്പൻ പോലത്തെ ജീവികളുണ്ടെങ്കിൽ ഇതൊക്കെ തിന്ന് തീർക്കും. അങ്ങനെയൊന്നും ഇല്ലാത്തതിനാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെയാണ് കൊള്ളി.